അപ്പസ്തോല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-56 വാക്യങ്ങൾ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നാം ജീവിക്കുന്ന ലോകം ഭയവും ആശങ്കയും നിരാശയും നിറഞ്ഞതാണ്. ആളുകൾക്ക് പണമുണ്ടെങ്കിലും സമാധാനമില്ല, സൗകര്യങ്ങളുണ്ടെങ്കിലും സന്തോഷമില്ല. ചെറിയ പ്രശ്നങ്ങൾ വന്നാലും പലരും തകർന്നു പോകുന്നു. ചിലർ രോഗങ്ങളെ നോക്കി കരയുന്നു, ചിലർ കുടുംബ പ്രശ്നങ്ങളെ നോക്കി നിരാശപ്പെടുന്നു. മറ്റു ചിലർ മനുഷ്യരെ ആശ്രയിച്ച് ജീവിച്ച് അവസാനം മുറിവേൽക്കുന്നു. എന്നാൽ നാം ധ്യാനിക്കുന്നതായ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഭൂമിയിലേക്ക് മാത്രം നോക്കരുത്, സ്വർഗത്തിലേക്ക് നോക്കുക എന്നതാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം വളരെ വേദനാജനകമാണ്. സ്തെഫാനോസ് ദൈവത്തിന്റെ വിശ്വസ്തദാസനായിരുന്നു. അവൻ സത്യസുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ സത്യം കേൾക്കാൻ ആഗ്രഹിക്കാത്തവർ അവനെ എതിർത്തു. വ്യാജ സാക്ഷികളെ എഴുന്നേൽപ്പിച്ചു. ന്യായവിധി സഭയുടെ മുമ്പിൽ അവനെ നിർത്തി. അവന്റെ ചുറ്റും കോപം, വെറുപ്പ്, ഭീഷണി ഇതെല്ലാം നിറഞ്ഞ അന്തരീക്ഷം ആയിരുന്നു. മനുഷ്യരുടെ കാഴ്ചയിൽ സ്തെഫാനോസ് ഒറ്റപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചയിൽ അവൻ മഹത്തായ സാക്ഷിയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ അവൻ എന്താണ് ചെയ്തത്? കോപത്തോടെ നിന്ന മനുഷ്യരുടെ മുഖങ്ങളിലേക്കല്ല നോക്കിയത്, അവൻ ആകാശത്തിലേക്ക് നോക്കി. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞതായ മനുഷ്യൻ സാഹചര്യങ്ങളെക്കാൾ ദൈവത്തെ കാണാൻ ശ്രദ്ധിക്കുന്നു എന്നതാണ്. സ്തെഫാനോസ് ഭൂമിയിലെ പ്രശ്നങ്ങളെക്കാൾ മുകളിലുള്ളതായ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിൽ ഭയമില്ലാതെ ഇരുന്നത്. ശ്രദ്ധിക്കുക, പ്രശ്നങ്ങൾ മാറിയത് കൊണ്ടല്ല അവൻ സമാധാനത്തിലായത്, അവന്റെ ദൃഷ്ടി മാറിയതുകൊണ്ട്. നമ്മുടെ ജീവിതത്തിലും പല വെല്ലുവിളികൾ ഉണ്ടായേക്കാം. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ. അപ്പോഴൊക്കെ നാം ചോദിക്കാറുണ്ട്, ഇനി എങ്ങനെ മുൻപോട്ട് പോകും? പക്ഷെ ദൈവം പറയുന്നു, പ്രശ്നങ്ങളെ നോക്കുന്നതല്ല, യേശുവിനെ നോക്കുന്നതാണ് ബുദ്ധി എന്ന്. പത്രോസ് തിരമാലകളെ നോക്കിയപ്പോൾ അവൻ മുങ്ങാൻ തുടങ്ങി. എന്നാൽ യേശുവിനെ നോക്കിയപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അതുതന്നെയാണ് നമ്മുടെ ജീവിതവും. സാഹചര്യങ്ങളെ നോക്കിയാൽ ഭയം വരും, എന്നാൽ യേശുവിനെ നോക്കിയാൽ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കും. സ്തെഫാനോസ് മറ്റൊരു അത്ഭുതകരമായ കാര്യവും കാണുകയാണ്. യേശു ദൈവത്തിന്റെ വലത്തുഭാഗം നിൽക്കുന്നു. സാധാരണ ബൈബിളിൽ യേശു ഇരിക്കുന്നു എന്ന് പറയാറുണ്ട്, എന്നാൽ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ സാധിക്കും? തൻ്റെ വിശ്വസ്ത സാക്ഷിയെ സ്വീകരിക്കുവാൻ യേശു എഴുന്നേറ്റുന്നു. എത്ര മനോഹരമായ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലോകം നമ്മെ തള്ളിയാലും യേശു നമ്മെ കൈവിടുകയില്ല. മനുഷ്യൻ നമ്മെ മനസ്സിലാക്കാതെ ഇരുന്നാലും ദൈവം നമ്മുടെ വിശ്വസ്തത നോക്കുന്നു. നാം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി നിൽക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. പ്രതിസന്ധികൾ വരുമ്പോൾ നാം എന്തിലേക്കാണ് നോക്കുന്നത്? മനുഷ്യരിലേക്കോ അതോ സ്വർഗത്തിലേക്കോ? നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, സ്വർഗത്തെ നോക്കുന്നവർ ഭയത്തെ അതിജീവിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കണ്ണുകൾ യേശുവിൽ ഉറപ്പിക്കാം. ലോകത്തിലെ സാഹചര്യങ്ങൾ മാറാം, മനുഷ്യൻ മാറാം, എന്നാൽ യേശു മാറുന്നില്ല. സ്തെഫാനോസിനൊപ്പം നിന്ന കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. അവനെ നോക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകുകയില്ല. നമ്മുടെ ദൃഷ്ടി അവനിലേക്ക് ഉയർത്താം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രശ്നങ്ങളിലേക്കല്ല അങ്ങയിലേക്ക് നോക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്തെഫാനോസിനെ പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഭയത്തിൻ്റെയും ആശങ്കയുടെയും നടുവിൽ പോലും അങ്ങയുടെ സമാധാനവും ധൈര്യവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ അനുവദിക്കണമേ.
ലോകം ഞങ്ങളെ തള്ളിയാലും അങ്ങ് ഞങ്ങളോടുകൂടെ ഉണ്ടെന്ന വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കുവാൻ അവിടുന്ന് അനുവദിക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.